നെഹമ്യ അധ്യായം 6. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ഞാൻ കോട്ട പണിതു. ആ കാലത്ത് പടിവാതിലുകൾക്ക് കതകുകൾ വച്ചിരുന്നില്ലെങ്കിലും കേടുപാടുകളൊന്നും ശേഷിച്ചില്ലെന്ന് സൻബല്ലത്തും തോബിയായും അരാബ്യനായ ഗേശേമും ഞങ്ങളുടെ മറ്റു ശത്രുക്കളും കേട്ടപ്പോൾ സൻബല്ലത്തും ഗേശേമും എൻ്റെ അടുക്കൽ ആളയച്ചു, വരിക, നമുക്ക് ഓനെ സമഭൂമിയിലെ ഒരു ഗ്രാമത്തിൽ യോഗം കൂടാമെന്ന് പറയിച്ചു. ദോഷം ചെയ്യുവാനായിരുന്നു അവർ ആലോചിച്ചത്. ഞാൻ അവരുടെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ചു പറയിച്ചത്, ഞാൻ ഒരു വലിയ ജോലി ചെയ്തു വരുന്നു, എനിക്ക് അങ്ങോട്ട് വരുവാൻ സാധ്യമല്ല. ഞാൻ വേല വിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നതിനാൽ അതിന് മെനക്കേട് വരും. അവർ 4 പ്രാവശ്യം ഇങ്ങനെ എൻ്റെ അടുക്കൽ ആളയച്ചു. ഞാനിങ്ങനെ തന്നെ മറുപടി പറഞ്ഞയച്ചു. സൻബല്ലത്ത് അങ്ങനെ തന്നെ 5-ാം പ്രാവശ്യവും തൻ്റെ വൃത്തിനെ ഒരു എഴുത്തുമായി എൻ്റെ അടുക്കൽ അയച്ചു. അതിലെഴുതിയിരുന്നത്, നീയും യഹൂദന്മാരും മത്സരിക്കുവാൻ ഭാവിക്കുന്നു, അത് മൂലമാകുന്നു നീ കോട്ട പണിയുന്നത്. നീ അവർക്ക് രാജാവാകുവാൻ വിചാരിക്കുന്നു എന്നത്രേ സംസാരം. യഹൂദിയിൽ ഒരു രാജാവുണ്ടെന്ന് നിന്നെ കുറിച്ച് യെരൂശലേമിൽ പ്രസംഗിക്കുവാൻ നീ പ്രവാചകന്മാരെ നിയമിച്ചിരിക്കുന്നു എന്നിങ്ങനെ ജാതികളുടെ ഇടയിൽ ഒരു സംസാരമുണ്ട്. ഗേശേമും അങ്ങനെ തന്നെ പറയുന്നു. രാജാവും ഇപ്പോൾ ഈ വാർത്ത കേൾക്കും. ആകയാൽ വരിക, നാം തമ്മിൽ ആലോചന ചെയ്യുക. അതിന് ഞാൻ അവൻ്റെ അടുക്കൽ ആളയച്ചു പറയിച്ചത്, നീ പറയുന്നത് പോലെയുള്ള കാര്യമൊന്നും നടക്കുന്നില്ല, അത് നീ സ്വയം സങ്കല്പിച്ചതാകുന്നു. ജോലി നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. ആകയാൽ ദൈവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. പിന്നെ ഞാൻ മെഹതബേലിൻ്റെ മകനായ ദലയായുടെ മകൻ ശമയായുടെ വീട്ടിൽ ചെന്നു. അവൻ വാതിലടച്ചകത്തിരിക്കുകയായിരുന്നു. നാം ഒരുമിച്ച് ദേവാലയത്തിൽ മന്ദിരത്തിനകത്ത് കിടന്നു. വാതിലടയ്ക്കുക, നിന്നെ കൊല്ലുവാൻ വരുന്നുണ്ട്, അവർ രാത്രിയിൽ വരും എന്നവൻ പറഞ്ഞു. അതിന് ഞാൻ, എന്നെ പോലെയുള്ളവർ ഒരാൾ ഓടിപ്പോകുമോ? എന്നെ പോലെയുള്ള ഒരുവൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. ദൈവം അവനെ അയച്ചതല്ല. തോബിയാസും സൻബല്ലത്തും അവന് കൈക്കൂലി കൊടുത്തിരുന്നതിനാൽ അവൻ എനിക്ക് വിരോധമായി പ്രവചനം പറഞ്ഞതാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഭയപ്പെട്ടു, പ്രവർത്തിച്ചു. പാപം ചെയ്യേണ്ടതിനും എന്നെ ദൂഷിക്കത്തക്കവണ്ണം അപവാദത്തിന് കാരണം കിട്ടേണ്ടതിനും അവർ അവന് കൈക്കൂലി കൊടുത്തിരുന്നു. എൻ്റെ ദൈവമേ, തോബിയായും സൻബല്ലത്തും ചെയ്ത ഈ പ്രവർത്തികൾക്ക് തക്കവണ്ണം അവരെയും സോവദ്യായ പ്രവാചകിയെയും എന്നെ ഭയപ്പെടുത്തുവാൻ നോക്കിയ മറ്റു പ്രവാചകന്മാരെയും ഓർക്കണമേ. ഇങ്ങനെ കോട്ട 52 ദിവസം കൊണ്ട് പണിതു. ഈലൂൽ മാസം 22-ാം തീയതി തീർത്തു. ഞങ്ങളുടെ സർവശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു. അവർ ഞങ്ങളുടെ മുമ്പിൽ വിറച്ചു. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്നവർ ഗ്രഹിച്ചു. ആ കാലത്ത് യഹൂദാ പ്രഭുക്കന്മാർ തോബിയായ്ക്ക് അനേകം എഴുത്തയക്കുകയും തോബിയായുടെ എഴുത്തവർക്ക് വരികയും ചെയ്തു. അവൻ ആരഹിൻ്റെ മകനായ ശകന്യായുടെ മരുമകനായിരുന്നത് കൊണ്ടും അവൻ്റെ മകൻ യോഹന്നാൻ ബെരഖ്യായുടെ മകനായ മെശുല്ലാമിൻ്റെ മകളെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ടും യഹൂദിയിൽ അനേകർ അവനുമായി സഖ്യം ചെയ്തിരുന്നു. അത്രയുമല്ല, അവർ അവൻ്റെ വൈശിഷ്ട്യം എൻ്റെ മുമ്പാകെ പ്രസ്താവിക്കുകയും എൻ്റെ വാക്കുകൾ അവനെ അറിയിക്കുകയും ചെയ്തു.
അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്തുവാൻ തോബിയ എഴുത്തയച്ചു കൊണ്ടിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.